ഇനി 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഒരു മിടുമിടുക്കിയെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ കിട്ടുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞോളൂ. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആസാമിലെ പോർബഡ ഗ്രാമത്തിൽ നിന്നും ഹാഫിസ ഖാതൂൻ എന്ന മിടുക്കി കേരളത്തിലേക്ക് വണ്ടി കയറുന്നത്. വൈക്കത്ത് മീൻ കച്ചവടം നടത്തുന്ന മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു കേരളത്തിലേക്കുള്ള വരവ്. അങ്ങനെ പിതാവ് ഹൈദരലിക്കും മാതാവ് ഫിറോജ ബീഗത്തിനുമൊപ്പം ഹാഫിസ വൈക്കംകാരിയായി. കുടവച്ചൂർ സെന്റ് മൈക്കിൾ സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ പഠനത്തോടൊപ്പം കലാപരമായ കഴിവുകളും ഹാഫിസ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അധ്യാപകരുടെയും മൊബൈൽ ഫോണിന്റെയും ഒക്കെ സഹായത്തോടെ മലയാളവും വരുതിയിലാക്കി. ഒടുവിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+. ആദ്യം ഇവിടെ വന്നിട്ട് എനിക്ക് മലയാളം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സിനും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ ടീച്ചേഴ്സിൻ്റെ കുറേ സപ്പോർട്ട് കിട്ടി. LP സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കുറേ ഹെൽപ്പ് ചെയ്തു. മലയാളം പഠിക്കാൻ വീട്ടിലിരുന്ന് പാരൻസ് ഹെൽപ്പ് ചെയ്തു. ഫോണിൽ നിന്ന് കേട്ടും എഴുതിയും വായിച്ചിട്ടും ഒക്കെ പിന്നെ മലയാളം പഠിച്ചു. പിന്നെ 5ാം ക്ലാസ് മുതൽ സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. ഇനി അവിടുന്ന് ഫൈനൽ 10th എനിക്ക് ഫുൾ A+ കിട്ടി. അതോടെ എനിക്ക് സന്തോഷമുണ്ട്. മിന്നും വിജയം നേടിയ അയൽ നാട്ടുകാരി അനുമോദിക്കാൻ വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടെത്തി. നമുക്ക് ഏറ്റവും മധുരം എന്ന് പറയുന്നത് നമ്മുടെ ആസാമിൽ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മുടെ വെച്ചൂർ കോട്ടയത്ത് വന്ന് അത് അവിടുന്ന് വെച്ചൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായി ഈ കുട്ടിയുടെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദകരമാണ്. ഹാഫിസയുടെ സ്വപ്നങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. നന്നായി പഠിക്കണം, മിലിറ്ററി ഡോക്ടർ ആകണം, വീട്ടുകാർക്ക് കരുത്താകണം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. 5 വർഷമായിട്ടേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ വന്നിട്ട്. പക്ഷെ മലയാളം എന്ത് ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. ഷിനോജ് എസ്ട്രീ നമുക്കൊപ്പം ചേരുകയാണ് ഹാഫിസയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ. ഷിനോജ്, ഒരുപാട് സന്തോഷം തോന്നിയ ഒരു റിപ്പോർട്ട്. നല്ല ജീവിതം തേടി ഇങ്ങോട്ടേക്ക് എത്തിയ ഒരു കുടുംബം, അസമിൽ നിന്ന് എത്തിയ ഒരു കുടുംബം, അവരുടെ മകൾ മികച്ച രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ നേടി എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടുകാർക്ക് എത്രത്തോളം സന്തോഷമുള്ള ഒരു കാര്യം. ഒപ്പം നമുക്കും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു റിപ്പോർട്ട്. 5 വർഷം മുൻപാണ് ഹാഫിസ ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. ഈ ഹാഫിസ അതുവരെ പഠിച്ചതൊക്കെ ആസാമിലായിരുന്നു. പെട്ടെന്ന് കേരളത്തിലേക്ക് വരുന്നു, പുതിയ കൂട്ടുകാരാകുന്നു, പുതിയ പരിചയക്കാരും പുതിയ അന്തരീക്ഷമൊക്കെയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ആ സമയത്ത് പഠനത്തിലുണ്ടായിരുന്നതെന്ന് പറയുന്നത് മലയാളം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു പുതിയ ഭാഷയാണ്. അപ്പോൾ അതെങ്ങനെ പഠിച്ചെടുക്കുമെന്നൊരു വലിയ വെല്ലുവിളി ഹാഫിസയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. എന്തായാലും അധ്യാപകരുടെയും കൂട്ടുകാരുടെയും ഒപ്പം ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടി മലയാളം വളരെ നന്നായി തന്നെ പഠിച്ചെടുക്കാൻ, വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ ഹാഫിസയ്ക്ക് കഴിഞ്ഞു എന്നാണ് അധ്യാപകർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ ഇത്തരത്തിൽ ഹാഫിസയുടെ വിജയത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം എന്ന് പറയുന്നത്, അതിൽ ശ്രദ്ധേയമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, നമുക്കറിയാം പലരും ഇപ്പോൾ മലയാളം എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടായ ഭാഷയാണ്, അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന കുട്ടികളൊക്കെ തന്നെ എണ്ണം വളരെ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഹാഫിസയെ പോലുള്ള ആസാമിൽ നിന്ന് എത്തിയ ഒരാൾ 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ മേടിക്കുന്നതും അതിൽ മലയാളത്തിൽ ഉൾപ്പെടെ മികച്ച മാർക്കോട് കൂടി പാസ്സാകുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൈയടിക്കേണ്ടതാണ്. കാരണം പുറത്തു നിന്നെത്തിയ കുട്ടികൾക്ക് പോലും മലയാളം വളരെ പ്രിയപ്പെട്ടതാകുന്നുവെന്നും മലയാളത്തിൽ വേണ്ടി വന്നാൽ അവർ ആർക്ക് വേണമെങ്കിലും വളരെ നിഷ്പ്രയാസം ഇത് പഠിച്ചെടുക്കാൻ കഴിയുമെന്നും ഒക്കെ തന്നെ ഒരു തെളിയിക്കുകയാണ് നമ്മുടെ ഈ ഹാഫിസ എന്ന് പറയുന്നത്. എന്തായാലും അവളുടെ ആഗ്രഹം എന്ന് പറയുന്നത് മിലിറ്ററി നേഴ്സ് ആകണമെന്നാണ്, ഡോക്ടർ ആകണമെന്നൊക്കെയാണ്. എന്തായാലും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി +1 +2 ഒക്കെ തന്നെ ആ തരത്തിൽ പഠനം മുന്നോട്ട് പോകണം. അതിനുശേഷം മിലിറ്ററിയിൽ പോയി മിലിറ്ററി ഡോക്ടർ ആകണം എന്നൊരു ആഗ്രഹം കൂടി അവൾ പങ്കുവയ്ക്കുന്നുണ്ട്.